എനിക്കറിയാം നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. നിങ്ങളിൽ പലരും സിഗരറ്റ് വലിക്കാറില്ല, മദ്യപിക്കാറില്ല, അനാവശ്യമായിട്ടുള്ള ചെലവുകളൊന്നുമില്ല. പക്ഷെ ഇന്ന് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ അടുത്തിരുന്ന് ചോദിക്കുക, ഇയാൾ ഉണ്ടാക്കിയ കാശൊക്കെ എന്തേടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മറുപടിയില്ല എന്നുള്ളതാണ് സത്യം. മേക്കിംഗ് മണി ആൻഡ് സേവിങ് മണി ആർ ടു ഡിഫറെൻറ്റ് സ്കിൽ. ഉണ്ടാക്കുന്നതും അത് സേവ് ചെയ്യുന്നതും തമ്മിലുള്ള സ്കില്ലിൽ ഒരു ബന്ധവുമില്ല. ഇത് രണ്ടും രണ്ട് സ്കില്ലാണ്. മേക്കിംഗ് മണി ഈസ് എ സ്കിൽ, സേവിങ് മണി ഈസ് എ ഹാബിറ്റ്. ഒരു സ്വഭാവമാണ് കാശുണ്ടാക്കുക എന്ന് പറയുന്നത്. 10,000 രൂപ ലാഭം കിട്ടുമ്പോൾ ഇതിൽ നിന്ന് 1000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾക്ക് 1,00,000 രൂപ സേവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സേവിങ് മണി ഈസ് എ ഹാബിറ്റ്. ആ ഹാബിറ്റ് ഉള്ളവരുടെ കയ്യിൽ അന്നുണ്ടാക്കിയ പൈസ ഇന്ന് സേവിങ്സ് ആയിട്ടോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ കയ്യിൽ കാണും. നിങ്ങൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടോ എന്നറിയാൻ ഇന്ന് 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് 1000 രൂപ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ 2013 ആദ്യമായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതുവരെ സെയിൽസ് എക്സിക്യൂട്ടീവ്സായിട്ടും സെയിൽസിൽ പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 8 ബിസിനസ് ചെയ്തു, 8ഉം തകർന്നു. 2018 ഐ സ്റ്റാർട്ടഡ് മൈ ന്യൂ ഹാബിറ്റ്. ഈ 8 ബിസിനസ്സിലും ഞാൻ ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കുമ്പോൾ എവിടെ പോയി എന്നറിയില്ല. ബിക്കോസ് ഞാൻ മനസ്സിലാക്കി 2018 എനിക്ക് ഈ ഒരു ഹാബിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി. അന്ന് എനിക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിൽ നിന്നും 10% ഇൻകം അന്ന് മുതൽ ഞാൻ അതിലേക്ക് മാറ്റാൻ തുടങ്ങി. ആ മണിയൊന്നും അടുത്തിരിക്കുന്നത് എന്തിനാ ഇതെന്ന് വല്ല പിടിയുണ്ടോ? ഇന്ന് എനിക്ക് തന്ന പൈസ എപ്പോൾ മുതലായി എന്ന് തോന്നുന്നോ അപ്പോൾ എടുത്തൊരടി അടിക്കുക. അപ്പോൾ അടുത്തിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും കൊടുത്ത കാശ് മുതലായി. അതിന് പറയുന്ന പേരാണ് മണി വെർത്ത് മൊമെന്റ്. എപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് പറ്റുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ കിട്ടുന്നോ അപ്പോൾ എടുത്തൊരടി അടിച്ചേക്കണം. അത് നമ്മളുടെ ബ്രെയിനിനെ ഒന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് സെറ്റാക്കി എടുക്കാനായിട്ടാണ്. ഒന്നടിച്ചേ കേൾക്കട്ടെ. ആഹാ എന്തൊരു സംഗീതാത്മകം. അടിപൊളി.